വീട്ടിനകത്തുള്ള ചെടികളെല്ലാം ഈ മുത്തുമണിയും ലൂണയും കൂടി കടിച്ച് എല്ലും വാലും ആക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും കാണിക്കട്ടെ. ബൂക്കി ഇങ്ങ് വാ. എൻ്റെ പാവം ബൂക്കിക്കുട്ടനും ലക്കി ബേബിയും മാത്രമുണ്ട് ചെടികളിലൊന്നും തൊടാത്തത്. ദാ മോട്ടു കണ്ടില്ലേ അവിടെ നിൽക്കുന്നേ. അവൻ പുറത്തുള്ള ചെടികളെല്ലാം കടിച്ച് വിഴുങ്ങി എന്നിട്ട് മാറിയിരുന്ന് ഇങ്ങനെ മമ്മ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പേടിച്ചിട്ട് മാറിയിരുന്ന് ഛർദ്ദിക്കുന്നതാണ്. ഞാൻ ചോദിക്കുവേ, നീ ചെടി കടിച്ചുകൊണ്ടല്ലേ ഛർദ്ദിച്ചേന്ന് പറഞ്ഞിട്ട് ഞാൻ ഒച്ചെടുക്കുമ്പോൾ ആ പേടിയുണ്ട് അവന്. എന്നാലോ അതെന്നെ ചെയ്യുള്ളൂ. ഇപ്പോൾ പുറത്തേക്ക് ആക്കിയതാ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. മോട്ടുവിൻ്റെ വാലാട്ടിൽ കാരണം ബൂക്കിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. സ്നേഹം കൊണ്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ പോലെ. വാ എല്ലാവരും അകത്തേക്ക് വാ. ബൂക്കിയെ മോട്ടുവിൻ്റെ മേലിലാക്കിയിട്ട് ലക്കിയെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവൻ അടയ്ക്കാക്കുരുവി പറക്കുന്ന പോലെ പറക്കും. എനിക്ക് പിടിക്കാൻ പറ്റില്ല. ദാ ചേച്ചിമാരുടെ മുമ്പിലാവുമ്പോൾ അനിയൻകുട്ടൻ ഇങ്ങനെ പതുക്ക എന്തിനാ ഇവരുടെ ഇടയിലേക്ക് എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയെന്നുള്ള എക്സ്പ്രഷൻ. അതേസമയം മോട്ടും ബൂക്കിയാണെങ്കിലോ ഓട്ടോ ഓട്ടോ ഓട്ടോ. അയ്യോ